അപ്പോൾ നമുക്കിന്ന് കൂട്ടാൻ വെക്കാനുള്ള നല്ല ചീരയും കിട്ടി. അതുപോലെ തന്നെ നമ്മളിന്ന് എന്ത് ചെയ്തു, നമ്മളെ ചെടികൾക്കൊക്കെ നല്ല വളം ഇട്ട് കൊടുത്തു. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ ടെറസിൻ്റെ മേലെ വെച്ചിട്ടുള്ള മാവിൻ്റെ തയ്യാട്ടോ. ഇത് മാത്രമല്ല, ബാക്കിൽ ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് നാംഡോക്കുമായി ആണ്, നാംഡോക്കുമായുടെ ഗ്രീന്. അതേപോലെ ഒരെണ്ണം അവിടെ ഉണ്ട്, മല്ലിക മാംഗോ. ഈ രണ്ട് മാവും തൈ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് അത്തി, മുന്തിരി, ബേറാപ്പിള്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ടെറസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാലേ, നമ്മളിതിനൊക്കെ വെക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താണ് കേട്ടോ വളം. പിന്നീട് ഇതിനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. നനക്കണത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ വളമൊന്നും പിന്നീട് കൊടുത്തിട്ടില്ല വെച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഇന്ന് ഇതിന് ചെറിയൊരു വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ തൂമ്പ് വരുന്നതിൽ ചെറിയ പുഴുക്കേടുണ്ട് കേട്ടോ. അതിന് നമുക്കൊരു മരുന്നും കൂടി അടിച്ചു കൊടുക്കണം. അതിൻ്റെയും കൂടി വീഡിയോ, എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളിടാം. ഇതുണ്ടോ, ഇതിൽ പുഴു വന്ന് നിൽക്കുന്നുണ്ടോ, പുഴു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മരുന്നും കൂടി നമുക്ക് ഇതിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് നേരം ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മളിതിൽ കുറച്ച് ചീരയുടെ വിത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റും കൂടി വേണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്ന വളം മുഴുവനും ഈ ചീരയുടെ ചെടി വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് പറിച്ചെടുക്കണം. ഇതൊന്ന് നമുക്കിപ്പോൾ അത്യാവശ്യം കറി വെക്കാനുള്ള ചീരയൊക്കെ നമുക്ക് കിട്ടിക്കണം. ഇതിപ്പോൾ അത്യാണ് കേട്ടോ. ഇതിലും മാവിൻ്റെ തൈയിലും ഒക്കെ നമ്മൾ പാവിയിട്ടുണ്ട് ചീര. അപ്പം അതൊന്ന് നമ്മളൊന്ന് പറിച്ചെടുക്കാം കേട്ടോ, വേരോടെ പറിച്ചെടുക്കണം. അത്യാവശ്യം വേണ്ടതൊക്കെ നമുക്ക് ഇതൊന്ന് കിട്ടിക്കണം. ഇനി ഇതിൽ ഇതും കൂടി നിർത്താൻ പറ്റൂല. നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താവും, നമ്മുടെ ഫ്രൂട്ട്സ് അതിൻ്റെ തൈകൾക്കൊക്കെ അത് ഭീഷണിയാവും കേട്ടോ. അപ്പം ഇന്നിത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്താലേ നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടുകയും ചെയ്യും. ഇതിനിട്ട് കൊടുക്കുന്ന വളം ഇതിൻ്റെ ചോട്ടിലുണ്ടാവും. ചീര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് വളം വേണ്ട സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വല്ലാതെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിലത്തെ വളം മുഴുവൻ ഇത് വലിച്ചെടുക്കും. ചെറുത് കുറച്ച് വേണമെങ്കിൽ ഒരു ചെറിയ തൈ ഉണ്ട് കുറച്ച്, അത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്തി കൊടുക്കും, ഒരു 4 എണ്ണം. ബാക്കിയുള്ള മുഴുവൻ നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കുക. അതിപ്പോൾ ഈ ഒന്നും തന്നെ നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ളത് കിട്ടിയിട്ടോ. ഇതുണ്ടോ, ഇന്ന് നമുക്ക് കറി വെക്കാനുള്ള ചീര ഇതിലുണ്ട്, അപ്പുറത്തും ഉണ്ട്. അപ്പോൾ ചീരയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടോ. ഇത്രയും ചീരയാണ് നമുക്കിന്ന് ഇതിൽ ഈ ചട്ടിയിലുണ്ടായിരുന്നത്. ഇത് നമ്മളിതിൽ വെച്ചാൽ ശരിയാവില്ല, കാരണം വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വളം മുഴുവൻ വലിച്ചെടുക്കും, നമ്മളെ ചെടിക്കൊന്നും കിട്ടൂല. നമുക്ക് കൂട്ടാൻ വെക്കാനുള്ള അത്യാവശ്യത്തിന് ചീരയൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടിക്കണം. നമ്മൾ കുറേ പ്രാവശ്യം നമ്മളിതിന്ന് പൊട്ടിച്ച് കറി വെച്ചു. ഇനി നമ്മളിതിന്ന് പറിച്ച് മാറ്റട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള നമ്മളെ മൂച്ചി തൈയൊക്കെ ഒന്ന് റെഡിയായി വരുള്ളൂ. ഇതൊക്കെ അടുത്ത സീസണിൽ പൂടേണ്ട തൈകളാണ് ഇതൊക്കെ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വളമിട്ട് കൊടുക്കുന്നൊരു വീഡിയോ കാണാം. എന്ത് വളമാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. നമ്മളെ കൊടുക്കുന്നത് ഈ ഒരു വളമാണ് കേട്ടോ. ഇത് നമ്മുടെ കിസാൻ മീൽ എന്ന് പറയുന്ന വളമാണ്. എല്ലാ നഴ്സറിയിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ 5 കിലോൻ്റെ ആണ്. ഇതിൻ്റെ എല്ലാ തൂക്കത്തിലുള്ളതുണ്ട്. 2 കിലോനും 1 കിലോനും 50 കിലോനും 25 കിലോൻ്റെ ഒക്കെ ബാഗുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ 5 കിലോനാട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് ഇതിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലിപ്പോൾ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാഷ്, അങ്ങനെയുള്ള എല്ലാ വളം കൂടിയും കൂടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. ഒരു 3-4 വളങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ ആദ്യം ഒരു കമ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചട്ടിയുടെ ഇതിലിപ്പോൾ ചകിരിച്ചോറും മണ്ണൊക്കെ വളമൊക്കെ മിക്സ് ചെയ്തല്ലേ ഇട്ടിട്ടാണ് ഇത് വെച്ചത്. അപ്പോൾ ഇതിൽ ചകിരിച്ചോറാകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കാൻ എളുപ്പമാണ് കേട്ടോ. ഈ മണ്ണ് ഒന്നേ ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, 4 ഭാഗം ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കുക. ചകിരിച്ചോറ് അതിൻ്റെ തന്നെ എളുപ്പമുണ്ട് കേട്ടോ ഇളക്കാൻ. വേറെ ഒന്നും പൊട്ടാത്ത രൂപയിൽ അധികം താഴത്തൊന്നും വേണ്ട, ഈ മോൾ ഭാഗം മാത്രം ഒന്ന് 4 സൈഡും ഒന്ന് ഇളക്കിയെടുക്കുക.
എളുപ്പം ഇളകും. ഇത് ചകിരിച്ചോറ് മിക്സ് ചെയ്തുകൊണ്ട് ഇതുണ്ടോ സൂപ്പറായിട്ട് ഇളകി കിട്ടും. നല്ലപോലെ ഇളക്കിയെടുത്തിട്ടേ നമ്മുടെ വളം കേട്ടോ, ഇതാണ് നമ്മുടെ വളം, പൗഡർ രൂപത്തിലാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചട്ടിയുടെ 4 സൈഡ് ഉണ്ടല്ലോ, മുരട്ടിലിട്ട് കൊടുക്കരുത്. ഈ 4 സൈഡിൽ കൂടി ഒരു ചെടിക്കൊരു 400 ഗ്രാം 500 ഗ്രാം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഒന്ന് 4 പുറം നന്ന മുരട്ടിലിടരുത് കേട്ടോ. ചെടിയുടെ മുരട് ഒഴിവാക്കിയിട്ട് ചട്ടിയുടെ അരുവ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മളൊരു ഏകദേശ അളവിന് ഒരു 5-6 പൊടി ഒരു 300-400 ഗ്രാമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്കൊരു കണക്കുണ്ടാവും ഏകദേശം. ആ ഒരു കണക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അത് മതി കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മല്ലിക മാംഗോ ആണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതിനും കൂടി ഇട്ട് കൊടുക്കും. ഇത് പിന്നെ നമ്മുടെ നാംഡോക്ക്, ഇതിനും അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വലിയ ചീരയുടെ ഇലയൊക്കെ ഉണ്ടായത് നമ്മൾ പറിച്ചു കേട്ടോ. ചെറിയൊരു തൈ ഒരു 10 അതിൽ നിർത്തിയിട്ടുണ്ട്. നല്ല ചെറുത് നോക്കിയിട്ടേ എന്തായാലും ഞാൻ അതിൽ നിൽക്കട്ടെ. അതിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ വളരാത്തതാണത്. ഇതുണ്ടോ, അത് നമ്മൾ ചകിരിച്ചോറും ഇതിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇത് ഇളക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ വേരാണ് കേട്ടോ. ഇതുണ്ടോ വേര് പൊന്തിക്കണം. ഈ വേര് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ നല്ലോണം ചെയ്തത് ഇളക്കിയിട്ട് താഴ്ത്തരുതേ. വേരൊന്നും പൊട്ടാത്ത രൂപത്തിലേ ഈ മുകൾ ഭാഗത്തിൽ ഇട്ട് കൊടുത്താൽ മതി വളമൊക്കെ. ഇനി നമുക്ക് വളമൊക്കെ കൊടുക്കാം. ഇതാണ് നമ്മുടെ വളം. ഈ 4 സൈഡിൽ കൂടിയും നല്ല മുരട് ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നലെയൊക്കെ മഴ പെയ്താണ്, അപ്പോൾ അതിൽ ഓൾറെഡി നനവുണ്ട്. അത് നമ്മൾ വളമിട്ട് കൊടുത്തതിൻ്റെ മേലെ ഒന്ന് നനച്ച് കൊടുക്കുക. ഇത് മുന്തിരിയുടെ വള്ളി കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടക്ക് മാസത്തിലൊക്കെ ഇടക്ക് ഇതേപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ ആട്ടുംകാഷ്ടോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നല്ല കേട്ടോ. അതും കൂടി കിട്ടുകയാണെങ്കിൽ ഉഷാറായി. നമുക്ക് ചാണകം കുറച്ച് പച്ച ചാണകം കലക്കി ഒഴിക്കാനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലേ വളരെ നല്ല മതി. ഇത്രയും നനച്ചാൽ മതി. ഇന്നലെ മിന്നാന്നൊക്കെ നല്ല മഴ ഇതല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്ക് കറി വെക്കാൻ അത്യാവശ്യം ഇഷ്ടംപോലെ ചേരുകയും കിട്ടി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.